സർവകലാശാല സ്ഥിരം VC നിയമനത്തിൽ ഗവർണറും മന്ത്രിമാരും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ചന്തു, എപ്പോഴാണ് രണ്ട് മിനിസ്റ്റേഴ്സും അവിടെ എത്തിയത്? ബിനിൽ 8:45 കൂടിയാണ് മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവർ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കാണുന്നത്. ഇപ്പോൾ ഗവർണറുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. പ്രധാനമായും നേരത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മന്ത്രിമാരായ ആർ ബിന്ദുവും രാജീവും ഗവർണറുമായി സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷവും ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം ഇന്നത്തെ ചർച്ചയിൽ മന്ത്രിമാർ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന്, ഗവർണർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും ഗവർണർ പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും സർക്കാർ ഒരു സമവായ ശ്രമം എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 13 സർവകലാശാലകളിൽ സ്ഥിരം VC-മാരുടെ നിയമനം ആയിട്ടില്ല. സ്ഥിരം VC-മാർ ഇല്ലാതെയാണ് ഈ 13 സർവകലാശാലകളും പ്രവർത്തിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശമുണ്ടായിരുന്നത് ഈ 13 സർവകലാശാലകളിലും സ്ഥിരം VC-മാരെ നിയമിക്കണമെന്നാണ്. അപ്പോൾ ഈ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ നേരത്തെ രാജ്ഭവൻ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തോട് രാജ്ഭവനിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ശേഷം മതി ഈ ഒരു കൂടിക്കാഴ്ച എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്തായാലും മന്ത്രിമാരായ ആർ ബിന്ദുവും രാജീവും ഇപ്പോൾ രാജ്ഭവനിലെത്തി ചർച്ച നടത്തുന്നത്. ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക സർക്കാർ നേരത്തെ സമർപ്പിച്ചിരുന്നു. ആ പട്ടികയ്ക്ക് പുറത്തു നിന്നാണ് ഈ സിസ തോമസിനെയും മറ്റും നിയമിച്ചുകൊണ്ട് ഗവർണർ വീണ്ടും അദ്ദേഹത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നു. അത് കേരള സർവകലാശാലയിലായിരുന്നാൽ തന്നെയും ഈ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, അതിപ്പോൾ ജീവനക്കാരുടെ ഇടയിലേക്ക് തന്നെ ഒരു അസ്വാരസ്യത്തിനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു തർക്കത്തിനും ആശയക്കുഴപ്പത്തിലേക്കും ഒക്കെ ഇടവയ്ക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സമവായപരമായി ഇടപെട്ട് ഈ വിഷയങ്ങളിൽ പരിഹാരം കാണുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ രാജ്ഭവനും ഗവർണറും എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യുമെന്ന കാര്യം ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നതിന് ശേഷം ചിലപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ മന്ത്രിമാർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് മന്ത്രിമാർ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണറെ ധരിപ്പിക്കും. ഈ പട്ടിക, ഈ സ്ഥിരം VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടി നിർദ്ദേശിക്കുന്ന പട്ടിക, ഒരു 5-അംഗ പട്ടിക ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട പട്ടികയുമായി ബന്ധപ്പെട്ട് ഉള്ള സെലക്ഷനുമായി മുന്നോട്ട് പോകണമെന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ചർച്ചയിൽ വരും. ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനം ഉണ്ടാകുന്നത്, രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് എന്ത് തീരുമാനം ഉറപ്പായും എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നോക്കൂ, ഇത് ഒരു സർവകലാശാലയുടെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ സർവകലാശാലയിലെയും ഒരു ഭരണപരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഇങ്ങനെ സ്ഥിരം VC ഇല്ലാത്തത്. യഥാർത്ഥത്തിൽ താൽക്കാലിക VC-മാർ വരുന്നു, സർക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു, ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഇതെല്ലാം ഒഴിവാക്കേണ്ട കാര്യമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്, സർവകലാശാലയുടെ സുഗമമായ നടത്തിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ